ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഏലിയൻ സിനിമയാണ്. അമേരിക്കയിലെ ഒരു സിറ്റിക്കുള്ളിലേക്ക് പെട്ടെന്നൊരു ദിവസം ഏലിയൻസ് വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന സാധാരണ മനുഷ്യരെയെല്ലാം കൊന്ന് ഭൂമി കൈയെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ഏലിയൻസിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ മക്കളെയും രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുന്ന ഒരു അച്ഛൻ്റെ കഥയാണ് ഈ സിനിമ. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ കഥയിലേക്ക് പോകാം. ഇവനാണ് നമ്മുടെ കഥയിലെ ഹീറോ ആയ റേ. 2 വർഷം മുമ്പ് ഭാര്യയുമായി ഡിവോഴ്സായി. ഇപ്പോൾ അമേരിക്കയിലെ ഒരു ഷിപ്പ് യാർഡിൽ ക്രെയിൻ ഓപ്പറേറ്ററായി തൻ്റെ ബാച്ചിലർ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കുകയാണ് റേ. അങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന റേയെ കാണാനായി അവൻ്റെ എക്സ് വൈഫും അവളുടെ പുതിയ ഭർത്താവും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ എക്സ് വൈഫായ മാരി റേയോട് പറയും, ഞങ്ങൾ കുറച്ച് ദിവസം നാട്ടിലുണ്ടായിരിക്കില്ല, അതുകൊണ്ട് 2 കുട്ടികളെയും നീ തന്നെ നോക്കണമെന്നും പറഞ്ഞ് കുട്ടികളുടെ ലഗേജും എടുത്ത് അവൾ അധികാരത്തോടു കൂടി റേയുടെ വീടിനുള്ളിലേക്ക് ചെല്ലും. എന്നാൽ വീടിനുള്ളിലാകെ റേ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട മാരി അവനോട് ചോദിക്കും, നീ എങ്ങനെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് റേ? എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ എന്തോ 2 ദിവസം ഈ കാട്ടിൽ കഴിയുന്നതെന്നും പറഞ്ഞ് അവൾ കുട്ടികളെ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കുട്ടികളെ റേയുടെ അടുത്താക്കി മാരി തിരികെ വീട്ടിലേക്ക് പോകും. അവൾ പോയ ഉടനെ തന്നെ റേ തൻ്റെ മകനായ റോബിയെയും മകൾ റേച്ചലിനെയും വിളിച്ച് ബാക്ക്യാർഡിലേക്ക് പോയി ബേസ്ബോൾ കളിക്കാനായി ഒരുങ്ങും. എന്നാൽ റേയോട് വലിയ താല്പര്യമില്ലാത്ത റോബി അച്ഛൻ ഒറ്റയ്ക്ക് കളിച്ചാൽ മതിയെന്നും പറഞ്ഞ് വഴക്കിട്ട് അകത്തേക്ക് പോകും. എന്നാൽ മകളായ റേച്ചലിനെ ചേട്ടൻ റോബിയെ പോലെയല്ല, അച്ഛനെ വളരെ ഇഷ്ടമാണ്. എന്നാൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ റേ ഉറങ്ങാനായി ബെഡിലേക്ക് വരും. അങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് റേച്ചൽ പറയുന്നത്, ചേട്ടൻ അച്ഛൻ്റെ വണ്ടിയും എടുത്ത് പുറത്തേക്ക് പോയി എന്ന്. അങ്ങനെ തൻ്റെ മകനെ അന്വേഷിച്ച് റേ പുറത്തു വരുമ്പോഴാണ് കാണുന്നത് പുറത്തെല്ലാം ശക്തമായ മഴയും ഇടിമിന്നലുമാണ്. അപ്പോഴാണ് ആകാശത്ത് എന്തോ ഒരു പ്രത്യേക ലൈറ്റ് കാണുന്നത്. അവൻ തൻ്റെ മകളെയും വിളിച്ച് വീട്ടിൻ്റെ ബാക്ക്യാർഡിലേക്ക് വന്ന് അത് നോക്കി നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ശക്തമായ മിന്നൽ വരും. അത് കണ്ട് അവർ 2 പേരും പേടിച്ച് വീടിനുള്ളിലേക്ക് ചെല്ലും. മോളിനി പേടിക്കേണ്ട, നമ്മൾ വീട്ടിനുള്ളിലെത്തിയല്ലോ, ഇനി സേഫാണ് എന്ന്. എന്നാൽ വീണ്ടും ശക്തമായ ഇടി കേട്ട് അവർ 2 പേരും ടേബിളിൻ്റെ അടിയിലേക്ക് കയറി ഒളിക്കും. ഉടനെ അവൻ തൻ്റെ മകൻ റോബിയെ വിളിക്കാനായി ഒരുങ്ങുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇലക്ട്രോണിക്സ് വസ്തുക്കൾ ഒന്നും തന്നെ വർക്ക് ചെയ്യില്ല എന്ന്. അപ്പോഴേക്കും അന്തരീക്ഷമെല്ലാം മാറി റോഡിലുള്ള വണ്ടികളെല്ലാം ഓടാതെ സ്റ്റക്കായി നിൽക്കും. അപ്പോഴേക്ക് റോബി അങ്ങോട്ടേക്ക് വന്ന് പറയും, അച്ഛ വണ്ടി വഴിയിൽ നിന്ന് പോയി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന്. നീ പേടിക്കേണ്ട, നീ വീടിനുള്ളിലേക്ക് പൊക്കോ, അച്ഛൻ ഉടനെ വരാമെന്നും പറഞ്ഞു. റേ റോഡിലേക്ക് വരുമ്പോഴാണ് ഇലക്ട്രിസിറ്റി എല്ലാം പോയി എല്ലാ വണ്ടികളും സ്റ്റക്കായി നിൽക്കുന്നത് കാണുന്നത്. ആളുകളെല്ലാം പരിഭ്രാന്തരായി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ പേടിച്ചോടുകയാണ്. റേ അവിടെ നിന്ന് നേരെ സിറ്റി സെൻറ്ററിലേക്ക് വരുമ്പോഴാണ് കാണുന്നത് ആകാശത്ത് നിന്ന് എന്തോ ഒന്ന് വന്ന് വീണ് ഒരു ചെറിയ കുഴിയായിരിക്കുകയാണ്. പെട്ടെന്ന് ആ കുഴിയിൽ നിന്നും ശബ്ദത്തോടു കൂടി ഭൂമി പൊട്ടിപ്പിളരാനായി തുടങ്ങും. അങ്ങനെ അവിടെ നിന്ന് ആളുകളോടൊപ്പം റേയും അവിടെ നിന്ന് ദൂരേക്ക് ഓടി മാറും. അപ്പോഴാണ് ഭൂമിയുടെ അടിയിൽ നിന്ന് വലിയ ശബ്ദത്തിൽ എന്തോ ഒന്ന് പൊങ്ങി വരുന്നത് കാണുന്നത്. റേയ്ക്കും ചുറ്റുമുള്ളവർക്കും അതെന്താണെന്ന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഭൂമിയുടെ അടിയിൽ നിന്നും ഭീമാകാരന്മാരായ ഇരുമ്പ് ചട്ടയുള്ള ഏലിയൻസാണ് പൊങ്ങി വന്നത്. അത് 10 നില ബിൽഡിങ്ങിനേക്കാളും വലിയ ഉയരത്തിൽ പൊങ്ങി നിന്ന ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകളെ സ്കാൻ ചെയ്യാനായി തുടങ്ങും. ആളുകളെല്ലാം കുറച്ചു നേരം പേടിച്ച് നിൽക്കും. എന്നാൽ ആ സ്കാനിങ് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഏലിയൻസ് അവിടെയുള്ള ആളുകളെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങും. ആ ഏലിയൻസിൻ്റെ വേവ് വന്ന് അടിച്ച ഉടനെ തന്നെ ആളുകൾ ഭസ്മമായി പോകും. റേ അവിടെ നിന്ന് ഓടി അടുത്തുള്ള ബിൽഡിങ്ങിനുള്ളിലേക്ക് ഓടിക്കയറും. എന്നാൽ റേയുടെ തൊട്ട് മുന്നേ ഓടിയിരുന്ന ആളുടെ ദേഹത്തേക്ക് ആ ലേസർ വന്ന് അടിച്ച ഉടനെ തന്നെ അയാൾ ഭസ്മമായി പോകും. അതെല്ലാം റേയുടെ മുഖത്തും ശരീരത്തുമെല്ലാം വന്ന് വീഴും. റേ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി തിരികെ വീട്ടിലേക്ക് എത്തും. റേയ്ക്ക് അപ്പോഴും എന്താണ് തൻ്റെ കൺമുന്നിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത്രയ്ക്ക് ഷോക്കായി പോയിരുന്നു അവൻ. അതിനുശേഷം അവൻ പുറത്തേക്ക് വന്ന് തൻ്റെ കുട്ടികളോട് പറയും, നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണെന്നും പറഞ്ഞ് കുട്ടികളെയും വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവിടെ ഉണ്ടായിരുന്ന കാറുകളൊന്നും തന്നെ ഓടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ കൂട്ടുകാരൻ്റെ മോട്ടോറിൽ ഓടുന്ന കാറ് അവൻ പെട്ടെന്നെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ റേയുടെ കൂട്ടുകാരൻ വന്ന് തടയും. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം വരാൻ പറയും. എന്നാൽ അവൻ അതിന് കൂട്ടാക്കാൻ തയ്യാറാകില്ല. എന്നാൽ അപ്പോഴേക്കും ഏലിയൻസ് അങ്ങോട്ടേക്ക് വന്ന് അവിടെയും നശിപ്പിക്കാൻ തുടങ്ങും. അവരവിടെ നിന്ന് ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെടും. എന്നാൽ അപ്പോഴേക്കും റോഡിലുണ്ടായിരുന്ന മറ്റു കാറുകളെല്ലാം സ്റ്റക്കായി നിൽക്കുകയാണ്. ഇതേ സമയം റേയുടെ മക്കൾ അവനോട് ചോദിക്കും, എന്താ അച്ഛാ ഉണ്ടായതെന്ന്. എനിക്കും അറിയില്ല, നമുക്ക് ഉടനെ തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകണമെന്നും പറഞ്ഞ് അവർ രാത്രിയോടുകൂടി അവരുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. എന്നാൽ മാരിയും ഹസ്ബൻഡും അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ ഹസ്ബൻഡ് ബിസിനസ് മീറ്റിങ്ങിന് പോയതുകൊണ്ട് തന്നെ മാരി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. റേ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഇതുകൊണ്ടൊന്നും പേടിക്കേണ്ട എന്നും പറഞ്ഞ് കുട്ടികളെയും കൂട്ടി നമുക്കിന്ന് ബേസ്മെൻറ്റിൽ കിടക്കുന്നതാണ് സേഫ്റ്റി എന്നും പറഞ്ഞ് ബേസ്മെൻറ്റിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അവർ ആ ബേസ്മെൻറ്റിൽ കിടന്നുറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് എന്തോ ഒരു ലൈറ്റ് ശക്തമായി അവരുടെ റൂമിലേക്ക് വരും. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നിലത്ത് വീണ് പൊട്ടാനും തുടങ്ങും. എന്നാൽ റേ അന്ന് രാത്രി തൻ്റെ കുട്ടികളെയും കൊണ്ട് പേടിച്ച് പുറത്തു വന്നില്ല. അടുത്ത ദിവസം രാവിലെ അവൻ വീടിന് മുകളിലേക്ക് വരുമ്പോഴാണ് ഒരു എയ്റോപ്ലെയിൻ അവരുടെ വീടിന് മുകളിൽ വീണ് തകർന്നുവെന്ന് മനസ്സിലായത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും തന്നെ മരിച്ചിരിക്കുന്നു. ഇതേ സമയം 2 ന്യൂസ് റിപ്പോർട്ടേഴ്സ് അങ്ങോട്ടേക്ക് വരും. അവർ റേയോട് പറയും, നീ ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാഗ്യമാണ്. ഇന്നലെ ഉണ്ടായ ഇടിമിന്നലിൽ ഭൂമിയിലേക്ക് ഏലിയൻസ് വന്നിരിക്കുകയാണ്. ഭൂമിയെ തകർക്കുകയാണ് അവരുടെ ലക്ഷ്യം. നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞ് ആ ന്യൂസ് റിപ്പോർട്ടേഴ്സ് അവിടെ നിന്ന് പോകും. ഇവിടെ നിൽക്കുന്നത് ഇനി അപകടമാണെന്ന് മനസ്സിലാക്കിയ റേ ഉടനെ തന്നെ തൻ്റെ എക്സ് വൈഫായ മാരിയുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ സേഫായി എത്തിക്കാനായി വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകും.
എന്നാൽ സിറ്റിയിൽ നിന്നും ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഗ്രാമത്തിലൊന്നും തന്നെ ഒരു മനുഷ്യരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഇളയ കുഞ്ഞിന് ബാത്റൂമിൽ പോകണമെന്ന് പറയും. ദൂരോട്ടൊന്നും പോകല്ലേ മകളെയെന്നും പറഞ്ഞ് അവൾ ബാത്റൂമിൽ പോകാനായി അടുത്തുള്ള പുരയിടത്തിലേക്ക് ഓടും. എന്നാൽ അപ്പോഴാണ് അവൾ കാണുന്നത് ആ നഗരത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം മരിച്ച് ആ വെള്ളത്തിലൂടെ ഒഴുകി വരികയാണ്. റേ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് പേടിച്ചു നിൽക്കുന്ന മകളെയും എടുത്ത് തിരികെ കാറിൻ്റെ അടുത്തേക്ക് വരും. ഇതേ സമയം ആ ഏലിയൻസിനെ തുരത്താനായി ആർമി കാറുകൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ റോബി ഓടിച്ചെന്ന് എന്നെയും കൂടെ കൊണ്ടുപോകൂ എന്ന് പറയും. എന്നാൽ റേ ചോദിക്കും, നിനക്കെന്താ റോബി വട്ടായി പോയോ എന്ന്. എന്നാൽ റോബി പറയും, എനിക്ക് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, നിങ്ങളെല്ലാം സെൽഫിഷാണ്, ഞാൻ അവരോടൊപ്പം പോകുമെന്ന്. നിനക്കെന്താ റോബി വട്ടാണോ എന്ന് ചോദിച്ച് റേ അവനെ പിടിച്ച് കാറിലേക്ക് കയറ്റി അവരുടെ യാത്ര തുടരും. അങ്ങനെ അന്നു രാത്രി അവർ അടുത്തുള്ള ഒരു സിറ്റിയിലേക്ക് വരികയാണ്. എന്നാൽ സിറ്റിയിലുള്ള ആളുകളെല്ലാം ഏലിയനെ പേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനാകാതെ കുടുങ്ങിക്കിടക്കുകയാണ്. റേയുടെ കാറ് വരുന്നത് കണ്ട് ആൾക്കാർ റേയുടെ കാറ് തടഞ്ഞ് കാറ് തട്ടിയെടുക്കാനായി ശ്രമിക്കും. ഒടുവിൽ അവരെല്ലാവരും കൂടി റേയുടെ കാറ് അറ്റാക്ക് ചെയ്ത് റേയും കുട്ടികളെയും കാറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കി അറ്റാക്ക് ചെയ്യും. അതിനുശേഷം കാറിനായി അവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തരായി പരസ്പരം തല്ലുകൂടാനായി തുടങ്ങും. വേട്ടപ്പട്ടികളെ പോലെ കടിപിടി കൂടുന്ന ആ ആൾക്കാരുടെ കയ്യിൽ നിന്ന് റേ തൻ്റെ കുട്ടികളെയും കൊണ്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് എങ്ങനെയെങ്കിലും വന്നിരിക്കും. ഇനി എന്ത് ചെയ്യണമെന്ന് റേയ്ക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഹാർബറിലേക്ക് പോകാനായി തുടങ്ങും. ഹാർബറിലേക്ക് വീണ്ടും ജനക്കൂട്ടം വന്നുകൊണ്ടേയിരുന്നു. ഹാർബറിലെത്തി കപ്പലിൽ കയറി രക്ഷപ്പെടാനായിരുന്നു റേയുടെ പ്ലാൻ. എന്നാൽ അതേസമയം അതിലെ ഒരു ട്രെയിൻ കടന്നു പോകും. എന്നാൽ ആ ട്രെയിൻ എല്ലാം തന്നെ ഏലിയൻസ് കത്തിച്ചു കളഞ്ഞിരുന്നു. അതുകൂടി കണ്ടപ്പോൾ പേടിയായ ജനങ്ങൾ കപ്പലിലേക്ക് കയറാനായി തിടുക്കം കൂട്ടി ഓരോ ആളുകളായി കപ്പലിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി. സമയം കഴിയുന്തോറും ഹാർബറിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കൂടിക്കൊണ്ടേയിരുന്നു. എന്നാൽ അപ്പോൾ പിറകിൽ എന്തോ ശബ്ദം കേട്ട് റേ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് ആ ഏലിയൻസ് അങ്ങോട്ടേക്കും വന്നിരിക്കുന്നു. ഏലിയൻസ് അവിടെ എത്തിയ ആളുകളെയെല്ലാം സ്കാൻ ചെയ്ത് കൊല്ലാനായി പോകുകയാണ്. പേടിച്ചരണ്ട ആളുകൾ ഉടനെ തന്നെ കപ്പലിലേക്ക് തള്ളിക്കയറാനായി ഓടും. എന്നാൽ അപ്പോഴേക്കും വീണ്ടും കുറേ അധികം ഏലിയൻസ് അങ്ങോട്ടേക്ക് വന്ന് ആളുകളെ സ്കാൻ ചെയ്ത് കൊല്ലാനായി തുടങ്ങും. എന്നാൽ കപ്പലിൽ മാക്സിമം ആളുകൾ നിറഞ്ഞുവെന്നും പറഞ്ഞ് റേയും കുട്ടികളെയും പോലീസുകാർ വന്ന് തടയും. എന്നാലും റേ എങ്ങനെയെങ്കിലും കപ്പലിനുള്ളിലേക്ക് കയറിപ്പറ്റാനായി ശ്രമിക്കും. ഒടുവിൽ അവർ കപ്പലിനുള്ളിലേക്ക് തന്നെ കയറും. എന്നാൽ കപ്പലിനുള്ളിൽ കയറിയ ശേഷമാണ് കപ്പിത്താൻ നോക്കുമ്പോൾ വെള്ളത്തിനടിയിൽ നിന്നും എന്തോ ഒരു ലൈറ്റ് പൊങ്ങി വരുന്നത് കാണുന്നത്. വെള്ളത്തിനടിയിൽ നിന്നും ഏലിയൻസ് മുകളിലേക്ക് പൊങ്ങി വരും. ആളുകളെല്ലാം പേടിച്ചു പോകും. പൊങ്ങി വന്ന ഏലിയൻസ് ആ കപ്പലിനെ വെള്ളത്തിലേക്ക് തന്നെ മുക്കും. കപ്പലിൽ നിന്നും റേയും കുട്ടികളും വെള്ളത്തിലേക്ക് വീഴും. വെള്ളത്തിൽ വീണ ആളുകളെ എല്ലാവരെയും സ്കാൻ ചെയ്ത് ഏലിയൻസ് കൊല്ലാനായി തുടങ്ങും. എന്നാൽ റേ തൻ്റെ 2 മക്കളെയും കൊണ്ട് ഏലിയൻസിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നീന്തി കരയിലേക്ക് വരും. കരയിലേക്കെത്തിയ അവർ ഏലിയൻസിൻ്റെ കണ്ണിൽ പെടാതെ കാട്ടിനുള്ളിൽ കയറി ഒളിച്ചിരിക്കും. എന്നിട്ട് അവർ കടലിലേക്ക് നോക്കുമ്പോഴാണ് ആ വെള്ളത്തിൽ വീണ ഓരോരുത്തരെയായി ഏലിയൻസ് ക്രൂരമായി കൊല്ലുകയാണ്. കടൽ വീണ റേയും മക്കളും ഒഴിച്ച് എല്ലാവരെയും ആ ഏലിയൻസ് അപ്പോഴേക്കും കൊന്നുകളഞ്ഞിരുന്നു. അതിനുശേഷം ഏലിയൻസിൻ്റെ കണ്ണിൽ പെടാതെ റേ തൻ്റെ കുട്ടികളെയും കൊണ്ട് കാട്ടിനുള്ളിലൂടെ ഓടി പുറത്തേക്ക് വരികയാണ്. എന്നാൽ റോബി അപ്പോഴാണ് കാണുന്നത് ആളുകളെ കൊന്ന ശേഷം അവരുടെ ഡ്രസ്സ് ഏലിയൻസ് മുകളിൽ നിന്ന് താഴേക്കെടുത്ത് എറിയുകയാണ്. റേ അങ്ങനെ അവിടെ നിന്ന് തൻ്റെ മക്കളെയും കൂട്ടി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് വരികയാണ്. എന്നാൽ അപ്പോഴേക്കും ഏലിയൻസ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ ആർമി ഏലിയൻസിനെ അറ്റാക്ക് ചെയ്യാനായി അങ്ങോട്ടേക്ക് വരും. എന്നാൽ താനും ഏലിയൻസിനെ അറ്റാക്ക് ചെയ്യാനായി പട്ടാളത്തെ സഹായിക്കാനെന്നും പറഞ്ഞ് റോബി പട്ടാളത്തിൻ്റെ അടുത്തേക്ക് പോകും. റേ തൻ്റെ മകളെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയ ശേഷം ഞാൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് റേ തൻ്റെ മകൻ റോബിയുടെ അടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ച് വലിച്ചിട്ട ശേഷം പറയും, മോനെ നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്, അങ്ങോട്ടേക്ക് പോയാൽ പട്ടാളക്കാരോടൊപ്പം ഏലിയൻസ് നിന്നെയും കൊല്ലുമെന്ന് പറയും. എന്നാൽ ഇതേ സമയം പട്ടാളക്കാരും ഏലിയൻസിനും തമ്മിൽ വലിയ യുദ്ധം തന്നെ നടക്കും. ആളുകളെല്ലാം പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങും. കൊച്ചുകുഞ്ഞായ റേച്ചൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് ഒരു ഫാമിലി വന്ന് പറയും, മോളെ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിൽക്കുന്നത് അപകടമാണ്, നീ ഞങ്ങളോടൊപ്പം വരാൻ പറയും. എന്നാൽ ഇതേ സമയം റോബി പറയും, അച്ഛൻ അനിയത്തിയും കൊണ്ട് പൊക്കോളൂ, എനിക്ക് പട്ടാളക്കാരെ സഹായിക്കണം, നാടിന് വേണ്ടി എന്തെങ്കിലും എനിക്ക് മരിക്കുന്നതിന് മുൻപ് ചെയ്യണമെന്ന് പറയും. ഒടുവിൽ തൻ്റെ മകനെ അവിടെ ഉപേക്ഷിച്ച് തൻ്റെ കുഞ്ഞു മകളുടെ അടുത്തേക്ക് ഓടിപ്പോകേണ്ടി വരും റേക്ക്. എന്നാൽ അപ്പോഴേക്കും പട്ടാളക്കാർക്ക് ഏലിയൻസിൻ്റെ അറ്റാക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് എത്തും. അങ്ങനെ ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും റേ തൻ്റെ മകളുടെ അടുത്ത് വന്ന് പറയും, ചേട്ടൻ അങ്ങോട്ടേക്ക് ഓടിപ്പോയി, അച്ഛന് ചേട്ടനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല എന്ന്. എന്നാൽ ഇതേ സമയം ഏലിയൻസ് അമേരിക്കൻ പട്ടാളത്തിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റും തകർത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആർമി ഓഫീസേഴ്സിനെയും കൊന്നുകളയും. റേക്ക് അപ്പോൾ മനസ്സിലാകും തൻ്റെ മകനെയും ഏലിയൻസ് കൊന്നുകളഞ്ഞിട്ടുണ്ടാകുമെന്ന്. തൻ്റെ മകളെയെങ്കിലും രക്ഷിക്കണമെന്നും പറഞ്ഞ് ഏലിയൻസ് അവിടെ ഉണ്ടായിരുന്ന അണ്ടർഗ്രൗണ്ടിനുള്ളിലേക്ക് വന്ന് കയറും. എന്നാൽ അവിടെ സ്മിത്ത് എന്ന പേരുള്ള ഒരുത്തനുണ്ടായിരുന്നു. അവൻ റേയോട് പറയും, നീ പേടിക്കേണ്ട, ആ ഏലിയൻസ് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കാനായി വന്നതാണ്, നമുക്ക് അവരെ ഇവിടെ നിന്ന് തുരത്തണമെന്ന്. റേ അപ്പോഴും ഇതെല്ലാം കണ്ട് പേടിച്ച് അമ്പരന്നിരിക്കുകയാണ്. റേ എന്നിട്ട് തൻ്റെ മകളോട് വന്ന് പറയും, മോള് പേടിക്കേണ്ട, ചേട്ടൻ ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടാകില്ല, നമുക്ക് കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുത്ത ശേഷം അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറയും. റേ അങ്ങനെ തൻ്റെ മകൾക്ക് വേണ്ടി ഒരു താരാട്ടുപാട്ട് പാടി അവളെ ഉറക്കിയ ശേഷം സ്മിത്തിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ പുറത്തെന്തോ ശബ്ദം കേട്ട് റേ പുറത്തേക്ക് പോയി നോക്കുമ്പോഴാണ് ആ ഏലിയൻസ് ഭൂമിയിലുണ്ടായിരുന്ന ആളുകളെ എല്ലാവരെയും കൊന്ന് അവരുടെ രക്തം ഊറ്റി കുടിച്ചിരിക്കുകയാണ്. ആ രക്തം ഇപ്പോൾ ഭൂമിയിൽ ഒരു വള്ളിപ്പടർപ്പ് പോലെ
പടർന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. സ്മിത്ത് അപ്പോഴേക്കും റേയോട് വന്ന് പറയും, ഈ ഭൂമി പിടിച്ചെടുക്കാൻ നമ്മൾ ആ ഏലിയൻസിനെ അനുവദിക്കരുതെന്ന്. എന്നാൽ അപ്പോഴേക്കും സ്കാനിങ് ചെയ്യുന്ന ഒരു മിഷൻ അവരുണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരും. ഇവിടെ ആരെങ്കിലും ഒളിച്ചിരിപ്പിട്ടോ എന്ന് കണ്ടുപിടിക്കാനായി ഏലിയൻസ് അയച്ച ഒരു സ്കാനിങ് മിഷൻ ആയിരുന്നു അത്. എന്നാൽ അതിനെ അറ്റാക്ക് ചെയ്യാനായി ഒരു വെട്ടുകത്തിയും എടുത്ത് സ്മിത്ത് അതിൻ്റെ പിന്നാലെ പോകുന്നത് കണ്ട് റേ പറയും, അതിനെ അറ്റാക്ക് ചെയ്താൽ അത് നമുക്ക് വലിയ അപകടമാണെന്ന്. എന്നിട്ട് അവർ 3 പേരും അതിൻ്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കും. എന്നാൽ അപ്പോഴേക്കും യഥാർത്ഥ ഏലിയൻസ് അവരുണ്ടായിരുന്ന സ്ഥലത്തേക്ക് വരും. സ്മിത്ത് ആ ഏലിയൻസിനെ കൊല്ലാനായി ഗണ്ണെടുക്കുമ്പോഴേക്കും റേ പറയും, അതിനെ വെടിവെക്കരുത്, വെടിവെച്ച് കഴിഞ്ഞാൽ ആ ഏലിയൻസ് നമ്മളെ എല്ലാവരെയും കൊന്നുകളയുമെന്നും പറഞ്ഞ് റേയും സ്മിത്തും തമ്മിൽ വഴക്കാകും. എന്നാൽ താഴേക്കിറങ്ങി വന്ന ഏലിയൻസ് അവിടെ ആരുമില്ല എന്നും പറഞ്ഞ് തിരിച്ച് മുകളിലേക്ക് കയറിപ്പോകും. എന്നാൽ സ്മിത്ത് റേയോട് പറയും, നിന്നെ കാരണമാണ് എനിക്ക് ആ ഏലിയൻസിനെ കൊല്ലാൻ കഴിയാത്തത്, നീ ഒരു പേടിത്തൊണ്ടനാണ് റേ എന്നും പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പും. എന്നാൽ അപ്പോഴേക്കും ധൈര്യശാലിയായ സ്മിത്ത് അവിടെയെല്ലാം ആളുകളുടെ ബ്ലഡ് കണ്ട് പേടിച്ച് ഭയന്നു പോകും. ഭയന്ന സ്മിത്തിന് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൻ്റെയും ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാകും. പുറത്തെല്ലാം തന്നെ ആ ഏലിയൻസ് കൊന്ന ആളുകളുടെ രക്തം കൊണ്ടുള്ള വള്ളിപ്പടർപ്പുകൾ പടർന്നിരുന്നു. എന്നാൽ ഇതേ സമയം അണ്ടർഗ്രൗണ്ടിലേക്ക് പോയ സ്മിത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരു വലിയ കുഴി ഉണ്ടാക്കുകയാണ്. റേ അങ്ങോട്ടേക്ക് വന്ന്, നീ ഇത് സ്റ്റോപ്പ് ചെയ്യണം, ഇത് കേട്ട് ഏലിയൻസ് ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളെയും കൊന്നുകളയുമെന്ന് പറയും. എന്നാൽ നിന്റെ മണ്ടത്തരം കേട്ടാൽ എൻ്റെ ജീവൻ കൂടി പോകും, എന്നെ തടഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് സ്മിത്ത് റേയോട് പറയും. എന്നാൽ സ്മിത്തിൻ്റെ മണ്ടത്തരം കാരണം തൻ്റെയും മകളുടെയും ജീവൻ കൂടി അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ റേ തൻ്റെ മകളുടെ അടുത്ത് വന്ന് അവളുടെ കണ്ണുകെട്ടിയ ശേഷം, മോൾ എന്ത് ശബ്ദം കേട്ടാലും അത് കാര്യമാക്കരുതെന്നും പറഞ്ഞ ശേഷം സ്മിത്തിൻ്റെ അടുത്തേക്ക് വരും. സ്മിത്തിനെ കൊല്ലാതെ റേക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. സ്മിത്തിനെ കൊന്ന ശേഷം റേ തൻ്റെ മകളുടെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. എന്നാൽ ഇതെല്ലാം കണ്ട് പേടിച്ചു പോയ കുഞ്ഞ് റേച്ചലിന് അന്ന് ഉറക്കമേ വന്നില്ല. എന്നാൽ അപ്പോഴേക്കും ആ സ്കാനർ മിഷൻ വീണ്ടും താഴേക്ക് ഇറങ്ങി വരും. ഇത് കണ്ട പാവ റേച്ചൽ പേടിച്ചു പോകും. അവൾ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടും. ചാടിയണിച്ച റേച്ചലിനെ അവിടെ നോക്കുമെങ്കിലും അവൾ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. തൻ്റെ മകൾ എവിടെ പോയെന്ന ഭയത്തിൽ റേ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാ ആളുകളെയും കൊന്ന ഏലിയൻസ് അവിടെ ഒരു രക്തക്കടലാക്കിയിട്ടിരിക്കുന്നത് റേ കാണുന്നത്. റേ അങ്ങനെ ദൂരേക്ക് നോക്കുമ്പോഴാണ് ആ ഏലിയൻസ് റേ അറ്റാക്ക് ചെയ്യാനായി വരുന്നത് കാണുന്നത്. റേ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഒരു കാറിനുള്ളിൽ കയറുമ്പോഴാണ് ദൂരെ തൻ്റെ മകൾ നിൽക്കുന്നത് കാണുന്നത്. മകളെ കണ്ട ഏലിയൻസ് അവളുടെ അടുത്തേക്ക് ചെന്ന് റേയുടെ മകളെയും എടുത്തുകൊണ്ട് പോകും. തൻ്റെ മകളെ രക്ഷിക്കാനായി റേ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുമെങ്കിലും അവനത് സാധിക്കില്ല. ഇനി എങ്ങനെയാണ് തൻ്റെ മകളെ രക്ഷിക്കുമെന്ന് ഓർത്ത റേ താൻ എങ്ങനെയെങ്കിലും ആ ഏലിയൻസിൻ്റെ പേടകത്തിനുള്ളിൽ കയറിക്കൂടണമെന്ന് മനസ്സിലാക്കി അവൻ ഒടുവിൽ ആ പേടകത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൂടും. എന്നാൽ ആ പേടകത്തിൻ്റെ ഉള്ളിലുള്ള ഏലിയൻസ് ഓരോ മനുഷ്യരെയായി തങ്ങളുടെ കാലുകൾ ഉപയോഗിച്ച് പിടിച്ചുകൊണ്ട് പോയി കൊല്ലുകയാണ്. ഇത് കണ്ട് റേ പേടിച്ച് നിൽക്കുമ്പോഴാണ് തൻ്റെ മകൾ ആ പേടകത്തിനുള്ളിൽ ഇരിക്കുന്നത് കാണുന്നത്. പേടിച്ചരണ്ട ആ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് റേ സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആ ഏലിയൻ്റെ കാല് വന്ന് റേയെ മുകളിലേക്ക് വലിച്ചുകൊണ്ട് പോകാനായി ഒരുങ്ങും. ഇതേ സമയം പേടകത്തിനുള്ളിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ റേയെ താഴേക്ക് പിടിച്ചു വലിക്കും. ആ പട്ടാളക്കാരനോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ബാക്കി ആളുകളും റേയെ രക്ഷിക്കാനായി നോക്കും. ഒടുവിൽ അവർ റേയെ പിടിച്ച് താഴേക്ക് കൊണ്ടുവരും. എന്നാൽ ആ റേ ആകട്ടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് എടുത്ത് ആ പേടകത്തിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടിരുന്നു. ഏലിയൻസിൻ്റെ സ്പേസ് ഷിപ്പ് അപ്പോഴേക്കും തകർന്നു വീഴാനായി തുടങ്ങും. താഴേക്ക് വീണ റേ തൻ്റെ കുട്ടികളെയും മറ്റുള്ളവരെയും രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് വളരെ ദൂരം നടന്ന് സിറ്റിയുടെ മറ്റൊരു ഭാഗത്തേക്ക് എത്തും. അപ്പോഴേക്കും പട്ടാളക്കാരും അങ്ങോട്ടേക്ക് എത്തി ബാക്കിയുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് ആളുകളെ അവരുടെ ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകാനായി ഒരുങ്ങുകയാണ്. എന്നാൽ ഇതേ സമയം റേയും തൻ്റെ മകളും എന്തോ ഒന്ന് നോക്കി നിൽക്കുമ്പോഴാണ് വീണ്ടും അങ്ങോട്ടേക്ക് ഒരു വലിയ ഏലിയൻ്റെ സ്പേസ് ഷിപ്പ് വരുന്നത് കാണുന്നത്. അപ്പോഴേക്കും ഒരു പട്ടാളക്കാരൻ പറയും, ഈ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളിവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളാൻ പറയും. റേ തൻ്റെ മകളെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരുങ്ങുമ്പോഴാണ് ഏലിയൻസിൻ്റെ മദർഷിപ്പിന് മുകളിലൂടെ കാക്കകൾ പറക്കുന്നത് കാണുന്നത്. റേ അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരനോട് പറയും, അവിടുത്തെ ഷീൽഡ് ഓപ്പൺ ആണ്, അവിടെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആ മദർഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏലിയൻസിനെ നിങ്ങൾക്ക് നശിപ്പിക്കാമെന്ന് പറയും. ഇത് കേട്ട ഉടനെ തന്നെ പട്ടാളക്കാർ ആ മദർഷിപ്പിലെ ഏലിയൻസ് ഉള്ള ഭാഗത്തേക്ക് അറ്റാക്ക് ചെയ്യും. ഒടുവിൽ പട്ടാളക്കാരുടെ അറ്റാക്കിൽ അവസാനത്തെ ഏലിയൻ്റെ മദർഷിപ്പും തകർന്നു വീഴും. റേ അങ്ങനെ ആ തകർന്നു വീണ മദർഷിപ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അതിലുണ്ടായിരുന്ന ഏലിയൻസിൻ്റെ ബ്ലഡ് താഴേക്ക് ഒലിച്ചു വരാനായി തുടങ്ങും. ഒരു ചത്ത ഏലിയനും പുറത്തേക്ക് വരും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഏലിയൻസിനെയും പട്ടാളക്കാർ കൊന്നുകളയുകയാണ്. അതിനുശേഷം റേ തൻ്റെ മകളെയും എടുത്ത് തൻ്റെ എക്സ് വൈഫ് മാരിയുടെ അടുത്തേക്ക് വരും. റേയും മാരിയും മരിച്ചു പോയെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. തൻ്റെ മകളെ കണ്ട ഉടനെ തന്നെ മാരി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കും. എന്നാൽ വീടിനുള്ളിൽ നിന്നും റേയുടെ മകൻ റോബിയും അങ്ങോട്ടേക്ക് വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കും. റോബി നേരത്തെ തന്നെ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിയിരുന്നു. റേക്ക് അതുകൂടി കാണുമ്പോൾ വലിയ സന്തോഷമാകും. അങ്ങനെ തൻ്റെ ഫാമിലി തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ റേ തൻ്റെ മകനെ കെട്ടിപ്പിടിക്കും. ഈ ഒരു സീനോട് കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.